ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഇന്നലെ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. നമ്മൾ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്നപ്പോൾ ഉണ്ട് പുറത്ത് മുഴുവൻ വെള്ളമായി. നമ്മൾ അടുക്കളയിലോട്ട് കയറുന്ന ആ സ്റ്റെപ്പിൻ്റെ താഴെ അവിടെ ഒരു കെട്ടുണ്ട്, അതിൻ്റെ താഴെ വരെ വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ട്. ഹായ് കൂട്ടുകാരെ. അപ്പോൾ പനിയായിട്ട് 2 ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായെങ്കിലും പനിയായിട്ട് ഞാൻ ലീവ് എടുത്തില്ല കേട്ടോ. ഇന്നിപ്പോൾ പനിയൊക്കെ വിട്ടു. പനി കഴിഞ്ഞപ്പോൾ ബാക്ക് ഭയങ്കര പെയിൻ, ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സാവധാനം തിരിക്കാൻ പറ്റുള്ളൂ, അതുപോലത്തെ പെയിൻ. എന്നാലും പോകാമെന്ന് ഓർത്തായിരുന്നു. പക്ഷെ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ച ആകെ തളർത്തി കളഞ്ഞു കേട്ടോ. നമുക്ക് ബാക്ക് വശം ഒരു വയൽ പോലെയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ മണ്ണിട്ട് നിരത്തിയതിന് ശേഷം വെള്ളം അവിടെ നല്ലപോലെ ഉയർത്തി കെട്ടി. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇതുവരെ നമ്മളിപ്പോൾ ഇവിടെ താമസം തുടങ്ങിയിട്ട് 10-12 വർഷമായിട്ടാവും. ഇതുവരെ അങ്ങനെ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. എത്ര വലിയ വെള്ളപ്പൊക്കെ വന്ന സമയത്ത് പോലും നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ ഇപ്പം ഈ മണ്ണിങ്ങനെ ഇട്ടതിന് ശേഷം മഴ പെയ്താൽ നമുക്കിവിടെ വെള്ളം കെട്ടി നിൽക്കുക. കാരണം വെള്ളം ഒഴുകി പോകാനുള്ള സ്പേസ് ഇല്ല. മറ്റേ അങ്ങോട്ട് ഒഴുകിയിട്ട് തോട്ടിലോട്ട് നേരെ പോകുമായിരുന്നു. ഇപ്പം വെള്ളം പോകുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ടത്, പിന്നെ ആ വെള്ളം കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ പിടിച്ച് വെച്ചതായിരുന്നു കേട്ടോ. കാരണം നമുക്ക് പഞ്ചായത്തിലേക്കാണെങ്കിലും ഒന്ന് ഇതിൻ്റെ അധികാരികളെ ഒന്ന് കാണിക്കണമെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ആ സമയത്ത് വീഡിയോ പിടിച്ച് വെച്ചത്. പിന്നെ ഞാൻ വേഗം അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ലീവാക്കാം, ഇന്ന് എന്തായാലും പോയാൽ ശരിയാവില്ല. പിന്നെ വെള്ളം താന്നു തുടങ്ങി കേട്ടോ, തെളിഞ്ഞു തുടങ്ങി, വെള്ളം ഇങ്ങനെ കുറേശ്ശെ ഇറങ്ങാൻ തുടങ്ങിയേ. അപ്പോൾ നമ്മളെ ഈ കെട്ടില്ലേ, ആ കെട്ടിൻ്റെ അങ്ങനെ കുറച്ച് താഴെ കഴിഞ്ഞാൽ പിന്നെ തോടാണ്. അപ്പം പണ്ട് ഇവിടെ മണ്ണിടുന്നതിന് മുമ്പ് നമുക്കിവിടെ വയൽ പോലെയായിരുന്നു. അപ്പോൾ അതിലേക്ക് പോണ വെള്ളം നേരെ ഒഴുകി താഴോട്ട് പോകുമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം നമുക്കങ്ങനെ ഒരു വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ വീടുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവരും മണ്ണിട്ടതൊക്കെ. അപ്പം അവരും വിചാരിച്ച് കാണൂല അപ്പം നമുക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമെന്ന് അവരും വിചാരിച്ച് കാണൂല കേട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഇത് വരുമെന്ന്. അത് കാരണം തന്നെ നമ്മളൊരു അവരോട് മണ്ണിടാൻ പറ്റൂല എന്നൊന്നും അങ്ങനെ ഒരു പരാതിയൊന്നും ഞങ്ങളും പറഞ്ഞില്ല കേട്ടോ. ഇടുന്ന സമയത്തൊന്നും നമ്മൾ അതിനെതിരൊന്നും നിന്നിട്ടില്ല. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കിണറൊക്കെ നിറഞ്ഞു കേട്ടോ. അതുപോലെ നമ്മളെ ക്ലോസറ്റിലേക്ക് നല്ല മഴ പെയ്യുന്ന സമയത്ത്, എപ്പോഴും ഇല്ല, നല്ല മഴ പെയ്യുന്ന സമയത്ത് നമ്മളെ ക്ലോസറ്റിലേക്കും വെള്ളം ഉയരാൻ തുടങ്ങി കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒഴുകി പോയിക്കൊണ്ടിരുന്ന വെള്ളമൊക്കെ അവിടെ താവാൻ തുടങ്ങിയപ്പം അതെല്ലാം കൂടെ ഇങ്ങോട്ട് തള്ളുമല്ലേ. അപ്പം ഞാൻ എന്നും നമ്മൾ ഈ അടിച്ചു വാരുന്ന വേസ്റ്റും രാവിലെ അടിച്ചു വാരുന്ന അല്ല വൈകുന്നേരം അടിച്ചു വാരുന്ന അത് അവിടെ കൂട്ടിയിടുവാണല്ലോ. അങ്ങനെ എന്നും വൈകുന്നേരം വരുമ്പം ഉണങ്ങിയിട്ട് കത്തിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ വരുമ്പോഴത്തേക്കും മഴ വരും നനഞ്ഞിട്ടുണ്ടാവും. അപ്പം ആ ചേട്ടനാണെങ്കിൽ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. മണ്ണിട്ട ചേട്ടനാണെങ്കിലും ആ ചേട്ടൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് കയറ്റിയിട്ടു, എന്നിട്ട് നമുക്ക് ഉണങ്ങുമ്പോൾ നീ അവിടെ നിന്ന് കത്തിച്ചാൽ മതി എന്നൊക്കെ. അതുപോലെ ഇവിടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ചേട്ടൻ ഓടി വന്ന് അവിടെ കെട്ടുമൊക്കെ ചെയ്തു. പക്ഷേ അവിടെ കെട്ടിയത് കൊണ്ടായില്ല, നമുക്ക് വെള്ളം ഒഴുകി പോകാനുള്ളൊരു സംവിധാനം ആ ഭാഗത്തില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ നമുക്കങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത്. ഈ കാണുന്ന കെട്ട് നേരെ താഴെ വരെ ഒരു ചെറിയൊരു കാനയാണെങ്കിൽ നമുക്ക് വെള്ളം അങ്ങോട്ട് ഒഴുകിപ്പോകും. ഇപ്പം ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളും നമ്മളെ തൊട്ടടുത്തുള്ള ഇപ്പുറത്തെ വീട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ അപ്പുറത്തെ വീട്ടിലെയും അതേപോലെയാണ് പറമ്പിലെ അവസ്ഥ കേട്ടോ. അപ്പോൾ അവരെ കിണറിലും ഇതേപോലെ തന്നെ വെള്ളം പൊന്തിയിരിക്കുകയാണ്. വെള്ളം പൊന്തി എന്ന് പറഞ്ഞാൽ വെള്ളം കലങ്ങിയിട്ട് കിണർ നിറഞ്ഞു തുടങ്ങി. അപ്പം ഞാനിങ്ങനെ രാവിലെ തന്നെ ഇവരെയൊക്കെ വിളിച്ചായിരുന്നു കേട്ടോ ജോലിക്ക്. എന്നാൽ പിന്നെ എന്താണ് ഇത് കണ്ടപ്പോൾ പോകുന്നില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ചേട്ടനെ വിളിച്ചു. അപ്പം തന്നെ ചേട്ടൻ അപ്പം തന്നെ വന്നു കേട്ടോ. ആ ചേട്ടൻ വന്നു. പിന്നെ അവർ വന്നിട്ട് അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അവരുടെ സ്ഥലത്തിൽ. അപ്പോൾ അവിടേക്കും കൂടെ മണ്ണിടാം നമുക്കെന്നാലും അവിടെ നിന്ന് വെള്ളം വരുന്നുണ്ടെങ്കിൽ അത് തടയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരപ്പം തന്നെ JCB ഒക്കെ കൊണ്ടുവന്ന് അവിടെയുള്ള ഗ്യാപ്പിലും കൂടെ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ അവിടെയൊക്കെ അവർ മണ്ണിട്ടൊക്കെ റെഡിയാക്കി. അങ്ങനെ അവർ ചെയ്തു. പക്ഷേ അതുകൊണ്ടായില്ല കേട്ടോ. നമുക്ക് അങ്ങനെ നമ്മൾ ഇവിടെ ഇതിലേ താഴോട്ടൊരു ഒഴുക്കില്ലാത്ത പക്ഷം നമുക്ക് ഈ ബുദ്ധിമുട്ട്
തുടരുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോൾ ഒരു 2 മഴ പെയ്തിട്ടുള്ളൂ, അപ്പോഴേക്കും നമുക്കിങ്ങനെ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ നല്ലൊരു മഴ വരും, ഒരു ആഴ്ച അല്ലെങ്കിൽ 2 ദിവസം നിന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങളെ വീടിൻ്റെ ഉള്ളിൽ വെള്ളം കയറും, ഷെഡിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടുകാർക്ക് എന്ന് പറഞ്ഞാൽ അവർ നല്ല വീടാണ്, അപ്പം ഉയരമുള്ള തറയൊക്കെ ആയതുകൊണ്ട് അവർക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു സമാധാനം ഉണ്ട് അവർക്കൊക്കെ കേട്ടോ. നമ്മളിത് എന്താ പറയുക, ആകെ ടെൻഷനായിരുന്നു കേട്ടോ രാവിലെ ആയപ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ അവിടെയൊക്കെ ഏതായാലും ലീവാക്കിയപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തു. ചകിരിയും തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി മാറ്റാനുള്ളതൊക്കെ പെറുക്കി മാറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു, ഞാനും മക്കളും കൂടെ. പിന്നെ എന്താണെങ്കിലും പഞ്ചായത്തിൽ ഈ വിവരം കൊടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കുറേ ആയി, മണ്ണിട്ടതിന് ശേഷം പല പ്രാവശ്യമായിട്ട് നമുക്കിങ്ങനെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, അവരോട് പറയാറുണ്ട് കേട്ടോ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് വെള്ളത്തിൻ്റെന്ന്. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ നേരം ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വെള്ളം ഇറങ്ങി കേട്ടോ. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലാണ് പിന്നെ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരിയത്. അപ്പോഴത്തേക്കും അവിടെ ചവിട്ടാൻ പറ്റൂല, അത്രയും ചളിയായിട്ടാണ് അവിടെ ഇങ്ങനെ ആ വെള്ളം ഊറിയിട്ട് നമുക്കവിടെ ചളിയായിട്ടിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ അടിച്ച് വാരി. പിന്നെ കിണറിൻ്റെ ഒക്കെ അപ്പുറത്തെ കിണറിൻ്റെ ഒരു ആകെ ടെൻഷനായിരുന്നു സത്യം പറഞ്ഞാൽ. അത് ഓർത്തില്ല അങ്ങനെ വീഡിയോ പിടിച്ചു വെക്കണമെന്ന്. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ അവിടെയൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം നല്ലപോലെ ഇവിടുന്ന് വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷമായിട്ടാണ് നിൽക്കാനായത്. ചളി അങ്ങോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വിട്ടു. ഇപ്പം അവരും അങ്ങനെയൊന്നും ഓർത്ത് കാണൂല കേട്ടോ. അപ്പം നമ്മളിപ്പം എന്താ പറയുക, വീടുണ്ടാക്കുന്ന സമയത്ത് ഇപ്പം ഞങ്ങൾക്കും ഈ 5 സെൻറ്റല്ലേ സ്ഥലമുള്ളൂ. അപ്പം ഞങ്ങളും ഇതിനകത്ത് മണ്ണിടേണ്ടി വരും. ഇനിയിപ്പം എന്തായാലും പുറകിൽ അങ്ങനെ ഉയർന്ന സ്ഥിതിക്ക് നമ്മളും മണ്ണിടേണ്ടി വരും കേട്ടോ. എന്നാലേ ഇപ്പോൾ വീടുണ്ടാക്കാനൊക്കെ ഞങ്ങൾക്കും കഴിയുണ്ടാവുള്ളൂ. മക്കളിതിലിങ്ങനെ ഇറങ്ങി നടക്കുന്ന ഓർക്കുമ്പോഴാണ് പേടി. അപ്പോൾ അതുകൊണ്ട് വെറുതെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ചെരുപ്പിടാതെ ചവിട്ടി കിട്ടോ എന്നൊക്കെ പറഞ്ഞ് ഏതായാലും അവിടെ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയിട്ടോ. പിന്നെ അലക്കാൻ ഏതായാലും അവിടെ നിന്ന് അലക്കാൻ പറ്റൂല. പിന്നെ അവിടെ ഒരു അലക്കലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചളി വല്ലാതെ ഇതായി നിൽക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അപ്പോൾ ഞാനോർത്ത് കുറേ അലക്കാനുണ്ട്. പിന്നെ തോട്ടിൽ പോയിട്ട് അലക്കാമെന്ന് ഓർത്ത് ആദ്യകൂട്ടിനെ മോനസിനെ കൂട്ടി ഞങ്ങൾ തോട്ടിൽ പോയിട്ടോ. തോട് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ തോടുണ്ട് കേട്ടോ. പക്ഷേ പോകാറുണ്ടായിരുന്നില്ല എന്ന് മാത്രം. അപ്പോൾ തോട്ട് പോകാമെന്ന്, ഇവിടുന്ന് അലക്കാൻ പറ്റൂല, അവിടെ ചളി നിന്നിട്ടേ അവിടെ അലക്കാൻ നിന്നപ്പോൾ തോട്ട് പോയി അലക്കാം. ഏതായാലും ലീവല്ലേ, കുറേ ഉണ്ട് ഇതാ. എനിക്ക് തെന്നി പോവാന്നാ പേടി. അമ്മ അവിടെ തെന്നി വീടുവോ നോക്കണേ. ആ ഇച്ചി നിരപ്പുള്ള ഭാഗത്ത്. കട്ടാക്കട്ടെ. ഇതാണ് കേട്ടോ ഞങ്ങളെ തോട്. സൗകര്യമൊക്കെ ഉണ്ട്, നല്ല ഒരു സ്റ്റെപ്പ് മുങ്ങിപ്പോയില്ലേ. അലക്കാനും കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്, പക്ഷെ കുളിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല വെള്ളം മഴ നല്ലപോലെ പെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. പറ്റില്ലാത്തവര് ഒരിക്കലും നടക്കാനേ ഉള്ളൂ, വേറെ കാര്യമില്ല. പിന്നെ കാലമൊക്കെ ഒന്ന് അലക്കി ചേർത്തെ. കുടു ഉറങ്ങി കിടക്കുക കേട്ടോ. കുടു ഉറങ്ങുകയാണ്, ഇവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ കുടു അപ്പോഴത്തേക്ക് അലക്കി തീർക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഇത് അലക്ക് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പഞ്ചായത്തിൽ പോവാം. നമ്മൾ പനി മാറാത്തതുകൊണ്ട്, പനി മാറി പക്ഷേ കഫക്കെട്ട് ചുമയൊന്നും മാറാത്തതിന് ഭയങ്കര കഴുത്തിന് ഭയങ്കര വേദന, അതുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഇവന്മാർ വെള്ളത്തിൻ്റെ ഇത് കയറി കളിക്കുന്നു. അപ്പം അലക്കി തീർക്കട്ടെ കേട്ടോ വേഗം. ഇത് ഞങ്ങൾ തോട്. ആ വെള്ളം പേടിപ്പിക്ക. കുത്തിയടാ മാറിക്ക്, ഞാൻ അലക്കട്ടെ, മാറിക്ക് അലക്കട്ടെ. കല്ലിളകുണ്ട്, എന്നാ പലക്ക് നടക്കൂലല്ലോ. ആ ചേട്ടാ മീനെ പിടിക്കുന്നോ?
അമ്മ കണ്ടേ എങ്ങോട്ട് കൊണ്ടുവര് എങ്ങോട്ട് കൊണ്ടുവര് ഇല്ല ചത്തില്ലത് ചത്തില്ല കണ്ടോ ഇതിനകത്ത് കാണിച്ചു തരാം. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഇവിടെ അലക്കിയിട്ടോ. തണുത്ത വെള്ളത്തിൽ എനിക്ക് കാലിന് വെരിക്കോസ് വെയിൻ ഉണ്ട്. വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തണുത്ത വെള്ളത്തിൽ കുറേ നേരം നിന്ന് കഴിയുമ്പോഴത്തേക്കും കാല് ഭയങ്കര കടച്ചിലാണ്. അതുകൊണ്ട് ഞങ്ങൾ മൂന്നാളും കൂടി അവരെ നിക്കറും ബനിയനൊക്കെ അവരും അലക്കി. അങ്ങനെ ഞങ്ങൾ വേഗം അലക്കി തീർത്തു കേട്ടോ. പിന്നെ ഞാൻ കയറി പോന്നു. അവർ പിന്നെയും കുറച്ച് നേരം കൂടി ചാടിയേ. പിന്നെ സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ട് ഇതിൻ്റെ പുറകെ ഇവിടെ നന്നാക്കലും പണിയൊക്കെ ആയിട്ട് അതിൻ്റെ പുറകെ നടന്നതുകൊണ്ട് പിന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. രാത്രിക്കത്തെ ചോറുണ്ടായിരുന്നു, അത് ശേഷം തിളപ്പിച്ചു. പിന്നെ പൊടിയരി ഇട്ട് കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. പനിയൊക്കെ അല്ലേ, കുടുവിനും എല്ലാവർക്കും കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. മോരുകറി ലേശം ഉണ്ടായിരുന്നു, അത് കൂട്ടിയാണ് കേട്ടോ. ചോറൊന്നും കഴിച്ചിട്ടേ ഇല്ല ഈ സമയം വരെ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം കഞ്ഞിയുള്ളതൊക്കെ കുടിച്ചു. അതൊന്നും വീഡിയോ പിടിച്ചിട്ടൊന്നുമില്ലേ. പിന്നെ ഞാൻ നേരെ പഞ്ചായത്തിൽ വന്നു കേട്ടോ. പഞ്ചായത്തിൽ വന്ന് പഞ്ചായത്തിലിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മളെ അവസ്ഥ പറഞ്ഞു. നമ്മൾ പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു അവിടെ, പ്രസിഡൻറ്റിനെ കണ്ടു. പിന്നെ എന്താ പറയുക, കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആർക്കും എതിരെ ഒന്നും ഒരു പരാതിയായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇങ്ങനെ നമ്മളെ വീടിൻ്റെ അവസ്ഥ ഇതാണ്, അപ്പം വെള്ളം കയറുന്നതിന് എന്തെങ്കിലും ഒരു ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്നുള്ള രീതിയിലാണ് പരാതി കൊടുത്തത്. അപ്പം വേറെ മാർഗ്ഗമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അല്ലാതെ നമുക്ക് ആരോട് ശത്രുതയൊന്നും ഉണ്ടായിട്ടല്ല, വേറെ മാർഗ്ഗമില്ല. നമ്മളിപ്പോൾ മഴ തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പം അത് കണ്ടില്ലെന്ന് വെച്ച് നിന്ന് കഴിഞ്ഞാൽ മഴ കൂടുമ്പോൾ ഞങ്ങൾ ഒരു ദിവസം പെട്ടെന്ന് പെരയ്ക്കകം മുഴുവൻ വെള്ളം കയറിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവില്ലേ എന്ന് ഓർത്തു കേട്ടോ. അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ അവർ എന്നോട് പ്രസിഡൻറ്റ് പറഞ്ഞു പോയിക്കോ, ആൾ വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്ന് നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോയി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് സമയം 5 മണിയായപ്പോഴാണ്, ഇപ്പോൾ ഇതാ വൈകുന്നേരം സമയം എത്രയാണെന്ന് അറിയാം, 5 മണിയായി സമയം. 5 മണി. ഇപ്പോൾ ഒരു വിശപ്പിൻ്റെ വിളിയൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ചോറും ഒക്കെ ചൂടാക്കി തിളപ്പിച്ചൂറ്റിയും ഒക്കെ കുറച്ച് മോരുകറി ഉണ്ടായിരുന്നു. കണ്ടില്ലേ മോരുകറി, ഇതും കൂട്ടി മക്കൾ ചോറ് തന്നു കേട്ടോ. ഇനി ഞാൻ ചോറൊക്കെ വെക്കട്ടെ. പഴം ഉണ്ടാക്കണോ? കുഞ്ഞ് വിശക്കുന്നുണ്ടോ? പഴം വാട്ടിത്തരണോ? ഇപ്പം വാട്ടിത്തരാം കേട്ടോ. കേട്ടാ, നല്ല കുട്ടിയാട്ടാ. നമുക്ക് പഴം മാട്ടാ. എന്നാ വാ എൻ്റെ ദേവി. അത് വേണോ? അത് വേവട്ടെ. അതിപ്പോൾ തരേ. ലേശം മധുരം കുറവുള്ള ഈ കറി വെക്കാൻ കൊണ്ടുവന്ന വാഴയ്ക്ക, അപ്പോൾ അത് മധുരം കുറവായതുകൊണ്ട് ഞാൻ അതിനകത്ത് എന്ത് ചെയ്തെന്നറിയോ, ഒരു കുഞ്ഞ് കഷ്ണം ശർക്കര ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട്. താഴെ പോയി ഒരു കഷ്ണം മസാല. അമ്മ തരാട്ടോ, ഇപ്പോൾ തരാട്ടോ. പൊന്നെ ഇളക്കണ്ട, പൊള്ളു. അമ്മ ഇളക്കാം, ചിന്തിപ്പോവും. കേട്ടോ കുഞ്ഞ്, ഇത് നെയ്യൊന്നും അല്ല കേട്ടോ, ഇത് വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണയിൽ ഞാൻ ലേശം ശർക്കര ഇട്ടിട്ട് പഴം ഇങ്ങനെ വാട്ടി. അപ്പോൾ മധുരം കുറവുള്ള പഴത്തിന് ചെറിയ മധുരം കിട്ടും, നല്ല രസമാട്ടോ. തരട്ടെ? അത്ര വെന്താൽ മതിയോ? കുഞ്ഞു വിശക്കുണ്ടോ? മുമ്പോ പനി കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുമുട്ട ചെറുതായിപ്പോയി. കുഞ്ഞുമുട്ട ചെറുതായിപ്പോയി. കുടുവിന് ശരിക്കും വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടു പഴം ചൂടാറാൻ നിൽക്കാൻ സമയമില്ല. അപ്പോൾ ചൂടാറ്റമ്മേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഫാനിട്ടിട്ട് ഫാനിൻ്റെ ചോട്ട് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ചൂടാറ്റിയതാണ്, സമ്മതിക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പനി മാറിയിട്ട് അവനെ ക്ഷീണം പോയിട്ടൊന്നുമില്ല കേട്ടോ. ശരിക്കും പനി വിട്ടു എന്നല്ലാണ്ട് ചുമ അവനും മാറിയിട്ടില്ല, എനിക്കും മാറിയിട്ടില്ല കേട്ടോ.
അത്യാവശ്യം നല്ല ചുമയുണ്ട്, കഫമൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഭക്ഷണമൊക്കെ നേരെ ആവുന്നുള്ളൂ. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ഭക്ഷണം കഴിച്ച് വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വേഗം അതെന്ത് ചെയ്തു, ഫാനിൻ്റെ ചുവട്ടിലൂടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ചൂടാറ്റി. കുറച്ച് ചൂട് ആറിയപ്പോൾ തന്നെ അവൻ കഴിച്ചു കേട്ടോ. തിന്നുന്നില്ല അമ്മ തിന്നട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ ചമ്മന്തിയും ചോറിനുള്ള എല്ലാം ആക്കിയത്. ഇന്നത്തെ ചോറിന് എന്താ? ചമ്മന്തി പിന്നെ കിഴങ്ങ്. കിഴങ്ങ് ഞാൻ ഇതെന്താ അത്? ഇന്ന് ചമ്മന്തി ഇപ്പോഴാട്ടോ ഞങ്ങൾ ചമ്മന്തി ആയിട്ടുണ്ട്. ചമ്മന്തി ഉണ്ടാക്കിയത് ആരാന്നറിയാം, ഞാനൊക്കെ എടുത്തു ഇവനായിട്ട് അരച്ചു മുട്ടയും കൂടെ പൊരിക്കണം. പിന്നെ ഒരു കിഴങ്ങുണ്ടായിരുന്നു, ഒറ്റൊരു പച്ചക്കറി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പറയാൻ ഇന്നത്തെ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ മറന്നുപോയി. ഞങ്ങൾ മറന്നുപോയതാ കേട്ടോ, പറയാൻ വിട്ടുപോയിട്ടാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ തൽക്കാലം ഉള്ളത് കൊണ്ടൊക്കെ തിന്നാന്ന് ഓർത്തു. അപ്പോൾ ഒന്ന് മുട്ടയും പൊരിച്ച് ചമ്മന്തിയും കൂട്ടി, കിഴങ്ങുണ്ട് ഒരു കിഴങ്ങ് ഫ്രൈയും കൂട്ടി ഞങ്ങൾ ഇന്ന് ചോറ് തിന്നും. അപ്പോൾ ഒന്നും കഴിഞ്ഞിട്ടില്ല, കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 താങ്ക് യു. ചേട്ടായിക്ക് പനി തുടങ്ങി കൂടുവേ. അമ്മേൻ്റെ പനി കഴിഞ്ഞു, ഇതാ ചേട്ടായിക്ക് തുടങ്ങി. ചളിവെള്ളത്തിലും വെള്ളത്തിലും. കിഴങ്ങൊക്കെ എടുത്തോ, കിഴങ്ങ് കൂട്ടിക്കാതി കൂട്ടാ. കഞ്ഞിയാക്കി തരാം അമ്മ.